ദൈവം സ്വപ്നങ്ങളെ നൽകുന്നവനാണ്, സ്വപ്നങ്ങളിലൂടെ ഇടപെടുന്നവനാണ്. ഹല്ലേലൂയ. രണ്ടുപേരും പാനപാത്രവാഹകനും പിന്നെ അപ്പക്കാരൻ രണ്ടുപേരും സ്വപ്നം കാണുക. ഹല്ലേലൂയ. അവർ രണ്ടുപേരും സ്വപ്നം കണ്ടിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സ്തോത്രം യോസേഫ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഞങ്ങൾ സ്വപ്നം കണ്ടു, പക്ഷേ ഈ സ്വപ്നം കുറച്ച് സാധാരണ സ്വപ്നമല്ല. എന്തൊക്കെയോ ഞങ്ങൾ കണ്ടു, പക്ഷെ ഇതൊന്നും വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല. ഈ സ്വപ്നം തനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടാക്കിയെങ്കിലും ദൈവത്തിൽ നിന്നുള്ള സ്വപ്നമാണ് നാം തിരിച്ചറിഞ്ഞ് സാഹചര്യങ്ങളെ പരിചാരാതെ, സ്തോത്രം തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ പരിചാരാതെ സ്വപ്നം തന്ന ദൈവത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ സ്വപ്നത്തെ കാണുക മാത്രമല്ല, തനിക്ക് ദൈവം ഒരു ഗിഫ്റ്റ് നൽകിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആ തലത്തിലേക്ക് താൻ വളർന്നു. He sharpened his skill. ഇതിന്റെ അർത്ഥം ഹല്ലേലൂയ, ഈ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം താൻ സ്വപ്നങ്ങൾ കാണുകയും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ശീലം തനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് സ്തോത്രം അവിടെ വന്ന് സ്വപ്നം വ്യാഖ്യാനിച്ചതല്ല, സ്തോത്രം ഹല്ലേലൂയ, ഒരുപക്ഷേ പോത്തിഫറിന്റെ ഭവനത്തിലും താൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് കാണുമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കൃപയെ, ഹല്ലേലൂയ, അത് ദൈവത്തിൽ നിന്ന് ആ ഗിഫ്റ്റിനെ, ദൈവം തന്നെ ആ ടാലന്റിനെ നല്ലോണം വ്യാപാരം ചെയ്തുകൊണ്ട്, ഹല്ലേലൂയ, കാരാഗ്രഹത്തിലാണ്, പ്രതികൂലമായ സാഹചര്യത്തിലാണ്, താനും ഒരു ജയിൽ പുള്ളിയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന് he had an excellent spirit. Hallelujah.